നിങ്ങൾ ഒരു നേരം ഒരു 30 ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ ഒരു ഗുണവുമില്ല, അല്ലെങ്കിൽ അതെല്ലാം വെറും വേസ്റ്റ് ആയിട്ട് പോവുക. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ സത്യമാണോ? അതായത് ഈ പറഞ്ഞ പ്രോട്ടീൻ ഒന്നും നിങ്ങളുടെ ബോഡിയിൽ അബ്സോർബ് ആവാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസ് എല്ലാം തന്നെ കാണിക്കുന്നത് പ്രോട്ടീൻ അബ്സോർപ്ഷനിൽ ഒരു ലിമിറ്റും തന്നെ ഇല്ല. എത്രയൊക്കെ പ്രോട്ടീൻ കഴിച്ചാലും അതെല്ലാം ബോഡി അബ്സോർബ് ചെയ്യും. പിന്നെ പ്രോട്ടീൻ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് കാലറീസ് ആയിട്ട് കൺവേർട്ട് ആവുന്നല്ലാണ്ട് അബ്സോർപ്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ പ്രോട്ടീൻ സിന്തസൈസിലാണ്. പല ആൾക്കാർക്കും മസിൽ പ്രോട്ടീൻ സിന്തസൈസ് പല ലിമിറ്റ് ആണ്. അതായത് നമ്മുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ലീൻ മസിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ എന്താ പറയണ ത്രൂ ഔട്ട് ദി ഡേ പല മീൽസിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് വാല്യൂ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതേ ഇവിടെ ടേബിൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വെയിറ്റ് വെച്ച് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ ഒരു നേരം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്ന്. അപ്പൊ പല സ്റ്റഡീസും തന്നെ കാണിക്കുന്നത് ഒരു 0.4 ഗ്രാം പെർ kg, അതായത് നിങ്ങളുടെ ബോഡി വെയിറ്റിനോട് 0.4 ഇൻറ്റു ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ മീലിൽ ഐഡിയലി കഴിക്കേണ്ട പ്രോട്ടീൻ്റെ എമൗണ്ട്. എന്നാൽ റീസെന്റ് ഒരു സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് എന്താ പറയുക, അവർക്ക് ഫുൾ ബോഡി വർക്കൗട്ട്സ് കൊടുത്തു. എന്നിട്ട് ഒരു ഗ്രൂപ്പിന് എന്താ പറയണ ഒരു 25 ഗ്രാം പ്രോട്ടീൻ മീൽ കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിന് എന്താ 100 ഗ്രാം പ്രോട്ടീൻ പെർ മീൽ കൊടുത്തു. 4 മണിക്കൂറുകൾക്ക് ശേഷം 25 ഗ്രാം പ്രോട്ടീൻ പെർ മീൽ കഴിച്ച ഗ്രൂപ്പിന്റെ മസിൽ പ്രോട്ടീൻ സിന്തസൈസ് ഒരു ബേസ് ലൈനിലോട്ട് വന്നു. എന്നാൽ 100 ഗ്രാം പ്രോട്ടീൻ മീൽ കഴിച്ച ഗ്രൂപ്പിന്റെ മസിൽ പ്രോട്ടീൻ സിന്തസിസ് ഈവൻ ആഫ്റ്റർ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ അത് നല്ല എലിവേറ്റഡ് ആയിട്ട് തന്നെ നിന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ എക്സസൈസ് ആയിട്ടുള്ള കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ലോങ്ങർ സ്ട്രെച്ച് ഓഫ് ടൈമിലോട്ട് നമ്മുടെ ബോഡി യൂസ് ചെയ്യും. നമ്മുടെ ബോഡി അതിനൊക്കെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരുപാട് മീൽസിലായിട്ട് കഴിച്ചാലും അല്ലെങ്കിൽ ഒരു മീലിലായിട്ട് കഴിച്ചാലും ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ഉണ്ടാവും എന്ന് പറയും. നമ്മൾ എന്താ പറയുക, ഒരിക്കലും അതോർത്ത് സ്ട്രെസ് ആവോ അല്ലെങ്കിൽ എന്താ പറയുക കറക്റ്റ് ഇത്ര ഗ്രാം പ്രോട്ടീൻ എല്ലാ മീലും കഴിക്കാനൊന്നും ഒരുപാട് ഓവറായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ബോഡി വെയിറ്റിന്റെ 2x, അതായത് ഇപ്പോൾ ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 100 ഗ്രാം പ്രോട്ടീൻ, അല്ലെങ്കിൽ ഒരു 70 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 140 ഗ്രാം പ്രോട്ടീൻ. അപ്പൊ ആ ഒരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻ പെർ ഡേ കൺസ്യൂം ചെയ്യാൻ നോക്കുക.